ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കിന്നൊരു മൾബറി ഷേക്ക് ഉണ്ടാക്കിയാലോ, എങ്ങനെ ഉണ്ടായിരിക്കുന്നു നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമ്മളിതാ ഇതേപോലെ പഴുത്ത് നിൽക്കുന്ന ഇവരെ കൈയോടെ അങ്ങ് പറിച്ചേക്കണം. ഇതാ കണ്ടോ. അപ്പോൾ ഇത് കളക്ട് ചെയ്ത ശേഷമുള്ള വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഇത്രയും മൾബറി കുട്ടന്മാരെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കുമ്പോൾ ഇത്രയും ഉണ്ടായിരുന്നു ഈ മരത്തിൽ, ഈ കുഞ്ഞു മരത്തിൽ. സത്യം പറഞ്ഞാൽ ഇത് നമ്മൾ നേരത്തെ കളക്ട് ചെയ്തതും കൂടെ ചേർത്തിട്ടാണ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. ഫ്രിഡ്ജിലിരിക്കും 5 ദിവസം. അതും കൂടെ ചേർത്തിട്ടാണ് ഈ ഷേക്ക് തയ്യാറാക്കുന്നത്. ഇതിൻ്റെ ബെനിഫിറ്റൊന്നും ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞു തരണ്ടല്ലോ. ബ്ലഡ് ഉണ്ടാവുക, സ്കിന്നിന് നിറം വയ്ക്കുക, ഇതിനൊക്കെ നല്ലൊരു യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് നമ്മുടെ ഈ മൾബറി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഷേക്ക് ഉണ്ടാക്കുന്നതെന്ന് കാണാം. ആദ്യം നമുക്കിത് നല്ലവണ്ണം കഴുകിയെടുക്കാം. കഴുകിയ ശേഷം കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഈ മൾബറി കുട്ടന്മാർ നല്ലവണ്ണം 4-5 വെള്ളം കഴുകിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കാം. മൾബറി അരച്ചെടുത്തപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പരുവത്തിന് കിട്ടണം. ഇതിലേക്ക് നമുക്ക് പാലും പഞ്ചസാരയും മണത്തിന് വേണ്ടി വാനില എസൻസും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ തണുത്ത പച്ച പാലാണ് ചേർക്കുന്നത്. കട്ടിപ്പാൽ കിട്ടുകയാണെങ്കിൽ അതും നമുക്ക് ചേർക്കാം. പാലും കൂടെ ചേർത്ത ശേഷം നല്ലവണ്ണം ഇത് മിക്സ് ചെയ്യാം. അതിനുശേഷം ഇതൊന്ന് അരിച്ചെടുക്കണം, കാരണം ഇതിൽ കൊത്ത് കാണും, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഇത്രയും ജ്യൂസാണ് കിട്ടിയിട്ടുള്ളത്. അരിച്ചെടുത്ത ശേഷം ഇതാ ഇങ്ങനെ ഇത്രയാണ് കിട്ടിയിട്ടുള്ളത്. ഇത് അതിൻ്റെ കൊത്താണ്. ഇത്രയും കൊത്തും വന്നിട്ടുണ്ട്. കൊത്ത് കളയണ്ട. അത് ലാസ്റ്റ് വേറൊരു റെമഡി കൂടെ ഞാൻ പറഞ്ഞു തരാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇത്രയും വാനില എസൻസാണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ലവണ്ണം മിക്സ് ചെയ്യണം. അതിനുശേഷം ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ വിധം 5 സ്പൂണാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മധുരം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ഇത് ലാസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം. പഞ്ചസാര ഇട്ടതിന് ശേഷം നല്ലവണ്ണം മിക്സ് ചെയ്യണം. ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് വീത്താം. എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാലോ? കുടിച്ചു നോക്ക്, എങ്ങനെയുണ്ട്? സൂപ്പർ. അപ്പോൾ അമ്മയ്ക്കിത് ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് വന്ന കൊത്ത് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാം. നല്ലൊരു പാക്കായിട്ട് ഞാൻ കാണിച്ചു തരാം. നമുക്കിതിൽ ബാക്കി വന്ന ഈ കൊത്തിനി മുഖത്ത് അപ്ലൈ ചെയ്യാം, കാണിച്ചു തരാം. ഇത് ഉണങ്ങുമ്പോൾ കഴുകി കളയാവുന്നതാണ്. ഇത് സ്കിന്ന് നല്ല നിറം വയ്ക്കുന്നതിന് സഹായിക്കും. അപ്പോൾ ഇത് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയ ഷേക്ക് കുടിക്കുന്നത് വഴി നിങ്ങൾക്ക് HB കൗണ്ടൊക്കെ കൂടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.